കേരളത്തിൽ അട്ടിമറി പ്രതീക്ഷിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ആദ്യ സ്ഥാനമാണ് ഇക്കുറി മാവേലിക്കരയ്ക്ക്. ആദ്യം വിമുഖത കാട്ടിയെങ്കിലും നാലാം വട്ടവും മത്സരിക്കാനെത്തിയ കോൺഗ്രസിന്റെ കൊടിക്കുന്നിൽ സുരേഷും മണ്ഡലമൊരിക്കൽ കൂടി ഇടതിൻ്റേതാക്കാൻ യുവത്വത്തിന്റെ പതാകയുമായി എത്തി രാഷ്ട്രീയം സംസാരിച്ച CA അരുൺകുമാറും ഏറ്റുമുട്ടിയപ്പോൾ പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലത്തിന്റെ ഫലം പ്രവചനാതീതയ്ക്ക് വഴിമാറുകയായിരുന്നു. കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കനകോലുവിന്റെ സർവേ റിപ്പോർട്ട് പ്രകാരം സിറ്റിംഗ് എംപിമാരിൽ തോൽക്കുന്നവരിൽ ആദ്യമായിരുന്നു മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷിന്റെ സ്ഥാനം. തുടർന്ന് മത്സരിക്കാൻ കാട്ടിയ വിമുഖതയും സ്ഥാനാർത്ഥി നിർണയത്തെ പറ്റിയുള്ള കൂലങ്കഷമായ ചർച്ചകളും ഒക്കെ ഒടുങ്ങി വീണ്ടും ഒരു മത്സരത്തിന് തയ്യാറായി കൊടിക്കുന്നിലെത്തിയപ്പോഴേക്കും ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാർ മാവേലിക്കരയുടെ കളം നിറഞ്ഞിരുന്നു. KPSCയുടെ അശ്വമേധം എന്ന നാടകത്തിലൂടെ എത്തിയ വിദ്യാർത്ഥി രാഷ്ട്രീയ സമരങ്ങളുടെ മുന്നണി പോരാളിയായ അരുൺകുമാർ പ്രചാരണ കാലത്ത് മണ്ഡലത്തിലുടനീളം തന്റെ അശ്വമേധം തുടർന്നു. കോവിഡ് നാടിനെ പൂട്ടിയിട്ടപ്പോഴും പ്രളയജലം കുട്ടനാടിനെയും ചെങ്ങന്നൂരിനെയും വിഴുങ്ങിയപ്പോഴും പ്രതിസന്ധികളെ നേരിടാൻ ജനങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച യുവാവിന് വലിയ സ്വീകാര്യതയാണ് മണ്ഡലം നൽകിയത്. എന്നാൽ കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും നിസ്സഹകരണമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടിക്കുന്നിൽ സുരേഷിനെ വരവേറ്റത്. ഘടകകക്ഷികളുടെ എതിർപ്പും വലിയ രീതിയിൽ ചർച്ചയായി. തുടർച്ചയായി 3 തവണ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചിട്ടും എടുത്തു പറയാൻ തക്ക വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ പോയതാണ് ജനങ്ങൾക്ക് മുൻപിൽ കൊടിക്കുന്നിലിനെ പ്രതിരോധത്തിലാക്കിയത്. പത്തനാപുരത്തെ കർഷകരും കുന്നത്തൂരിലെ കശുവണ്ടി മേഖലയും അവഗണന നേരിട്ടതും കുട്ടനാട് പാക്കേജ് അട്ടിമറിക്കപ്പെട്ടതും കൊടിക്കുന്നിൽ സഭയിലുള്ള കാലത്ത് തന്നെയാണെന്നുള്ളത് ജനങ്ങൾക്കിടയിൽ വലിയ വിയോജിപ്പുണ്ടാക്കിയിട്ടുണ്ട്. മാവേലിക്കര മാറി ചിന്തിക്കുമെന്നാണ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ നൽകുന്ന സൂചനകൾ. തങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായി ഉറപ്പിക്കാനായി എന്നത് ഇടതുമുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. അടിയൊഴുക്കുകളും ജനവിധിയിൽ നിർണായകമാണ്. അരുൺകുമാറിന് ജയിക്കാനായാൽ 7 ടേമുകളിലായി ദീർഘകാലം ഒരേ മണ്ഡലത്തെ തന്നെ പ്രതിനിധീകരിച്ച് NPയെ തോൽപ്പിച്ചു എന്ന ചരിത്രം കൂടിയാകുമത്. മാവേലിക്കരയിൽ നിന്നും ഗായത്രി സത്യദേവ്, കൈരളി ന്യൂസ്.